ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നൈറ്റി ഫ്രോക്ക് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കട്ടിങ്ങിലേക്ക് പോവാം ആദ്യം തന്നെ. അപ്പോൾ 290ൻ്റെ ഒരു നൈറ്റി മെറ്റീരിയൽ എടുക്കാം. അത് ഇതാ 4ആക്കി മടക്കി വിരിച്ചിട്ടുണ്ട്. ഇത് ഓപ്പൺ ഭാഗം. അപ്പോൾ താഴെ നമുക്ക് ഫ്രില്ല് ആദ്യം കട്ട് ചെയ്തെടുക്കാം. താഴത്തുനിന്ന് മേലോട്ട് 20 സെന്റിമീറ്റർ അളന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. സെന്റിമീറ്റർ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ എക്സലിൻ്റെ നൈറ്റി ഫ്രോക്കാണ് കേട്ടോ തയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഫുൾ ലെങ്ത്ത് വന്നിട്ട് ഇതാ ഫുൾ ലെങ്ത്ത് അല്ല, 20 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തെടുത്തതിൻ്റെ ബാക്കി ഉള്ളത് നമുക്ക് 36 ഇഞ്ചാണ്. ഇപ്പോൾ 36 ഇഞ്ച് ഉണ്ട് ലെങ്ത്ത്. പിന്നെ ഷോൾഡർ വന്നിട്ട് ഞാൻ 7 ഇഞ്ചാണ് എടുക്കുന്നത്. 7 ഇഞ്ചല്ല, 6.5 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. ഷോൾഡർ 6.5 ഇഞ്ച്. നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 6 ഇഞ്ച്. വിഡ്ത്ത് വന്നിട്ട് 3 ഇഞ്ച് എടുക്കുന്നുണ്ട്. അതൊരു സ്ക്വയർ ബോക്സ് ആക്കാം. ഷേപ്പ് വരയ്ക്കാം. ഇവിടെ നിന്നോട്ട് 3.5 ഇഞ്ച് കേട്ടോ. 3.5 ഇഞ്ച്. താഴോട്ട് 7.5 ഇഞ്ചാണ് എടുക്കുന്നത്. വരച്ചു കൊടുക്കാം. ബാക്ക് നെക്ക് വന്നിട്ട് 4.5 ഇഞ്ചാണ്. ബാക്ക് നെക്ക് 4.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം. ബാക്കും ഷേപ്പ് ആക്കി കൊടുക്കാം. ചെസ്റ്റ് വന്നിട്ട് 10 ഇഞ്ച്, 1 ഇഞ്ച് ലൂസ്. ഇഞ്ച് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും 1/2 ഇഞ്ച് ലൂസും, അങ്ങനെയായിട്ട് 11 ഇഞ്ച് കേട്ടോ. 11 ഇഞ്ച്. വരച്ചു കൊടുക്കാം. ഷേപ്പ് വരയാം. താഴോട്ട് ഒരു 13.5 ഇഞ്ച് എടുത്തതിന് ശേഷം വേസ്റ്റ് അളവ് എടുക്കാം. വേസ്റ്റ് അളവ് 9.5. 1/2 ഇഞ്ച് തയ്യൽ തുമ്പും 1/2 ഇഞ്ച് ലൂസും, അങ്ങനെ വെക്കാം. എന്നിട്ട് ഷേപ്പ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് അളവെടുക്കാം. സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവാണ്. ഞാൻ 8 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. 8 ഇഞ്ച് ലെങ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങോട്ട് ഒരു 12 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 4 ഇഞ്ച് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഷേപ്പ് വരഞ്ഞു കൊടുക്കാം.
സ്ലീവ്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ കട്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തെടുത്തു. സ്ലീവ് നെക്കിൽ ഫ്രില്ല് വെക്കാനായിട്ട് ഒരു 2 ഇഞ്ച് അളവിൽ കട്ട് ചെയ്തെടുക്കാം. രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ട് പീസ് തുണിയുണ്ട്. ഇതിൽ നെക്കിൽ വെക്കാനുള്ള പീസാണ്. നെക്കിലേക്കുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. സൈഡ് നാട വെക്കുന്നത് അതിനുള്ളത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 1.5 ഇഞ്ച് അളവിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ അതിനുള്ള ഫ്രോക്കിനുള്ള നാടയാണ് തയ്ക്കുന്നത് കേട്ടോ.
ഫ്രണ്ടിൽ ഫ്രില്ല് തയ്ക്കാനുള്ള തുണിയാണ് കേട്ടോ തയ്ക്കണം. എന്നിട്ട് മേലെ ഒരു അടി കൂടെ അടിക്കാം. ഫ്രില്ല് വെക്കുമ്പോൾ അതിൽ ലൈസ് വെച്ച് കൊടുക്കണം. ഇങ്ങനെ ഇത് ലൈസ് വെച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ മറിച്ചിട്ട് ഇതിൻ്റെ മേലെ ഒരു മേൽ സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബോക്സ് പ്ലേറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട് ബോക്സ് പ്ലേറ്റ് ഇട്ട് കൊടുക്കാം. നെക്കിൽ വെക്കാനുള്ളതാണ്. ഫസ്റ്റ് ഇങ്ങോട്ട് ചെറുതായിട്ട് മടക്കിയിട്ട് വെക്കുക. പിന്നെ അതിന് ശേഷം ഇങ്ങോട്ടും ചെറുതായിട്ട് മടക്കി വയ്ക്കുക. ഇങ്ങനെ ചെറിയ പ്ലേറ്റായിട്ട് ബോക്സ് പ്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇത് മൊത്തമായിട്ട് ഇട്ടിട്ട് ഉള്ള വീഡിയോ ഞാൻ ഇതാ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ബോക്സ് പ്ലേറ്റ് ഇട്ടിട്ട് തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൽ നെക്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. തയ്ച്ച് കൊടുക്കണേ. ഇത് അടിച്ച് ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു സ്റ്റിച്ച് കൂടെ, ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഒരു സ്റ്റിച്ച് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പതിഞ്ഞ് കിടന്നോളൂ. ഇത് 2 സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ഇഞ്ച് വിട്ടിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പതിഞ്ഞ് കിടപ്പുണ്ട്. ഇനി നമുക്കിത് പൈപ്പിംഗ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പൈപ്പിംഗ് ചെയ്ത് അടിച്ചിട്ട് കാണിച്ചു തരാം. ഇനി നമുക്ക് ബാക്ക് പീസിൽ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ക്രോസ് പീസ് വെച്ചിട്ട് തയ്ക്കാം. തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെറിയ കട്ട് ചെയ്ത് വിട്ടു. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിട്ടാക്കാം. ചെറുതായിട്ടൊന്ന് സ്റ്റിച്ചിങ്ങിൽ കൊള്ളാതെ ചെറുതായിട്ട് ചെറിയ ഒരു കട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം മേൽ സ്റ്റിച്ച് കൊടുക്കാം. ഇതിന് മേലെ മേൽ സ്റ്റിച്ച് അതിനുശേഷം ഇങ്ങനെ മടക്കി അടിക്കാം. മടക്കി അടിക്കുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ 2 ഡോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ.
രണ്ട് ഡോട്ടും ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു 1/4 ഇഞ്ച് അളവിൽ പിടിച്ചു കൊടുക്കാം. 1/4 ഇഞ്ച് ഫസ്റ്റ് സ്റ്റാർട്ടിങ്. ഇതുപോലെ 1/4 ഇഞ്ച് അളവിൽ ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കാം. ഡോട്ട് ഇതാ ഫ്രണ്ടിൽ കണ്ട ഇങ്ങനെ വരും. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടും ബാക്കും ജോയിൻ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതാ ബാക്കിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ പീസ് ഇങ്ങനെ അടിയിൽ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് തയ്ക്കാം. ഇതാ ഇങ്ങനെ വരും. ഇങ്ങനെ ആക്കിയിട്ട് ഇത് നമ്മൾ പിന്നെ ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ അടിച്ചിട്ട് കാണിച്ചു തരാം. ബാക്ക് അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ പോയിന്റിൻ്റെ ഇവിടെ എത്താറാകുമ്പോൾ കുറച്ച് പഫേ ഉള്ളൂ. പഫ് ഇട്ട് കൊടുക്കാം. ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ വരും. ഇനി അടുത്ത സ്ലീവും കൂടെ ജോയിൻ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഫ്രണ്ട് പീസ് ഇതിങ്ങനെ അടിമറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നേരെ താഴേക്ക് ഒരു 9 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്തിട്ട് അതിന്ന് ഒരു 6 ഇഞ്ച് മതിയാവും. അല്ലെങ്കിൽ 6 ഇഞ്ച് ഒരു 7 ഇഞ്ച് എടുക്കാം. 7 ഇഞ്ച് നീളത്തിൽ ചെറുതായിട്ടൊരു വരയിട്ട് കൊടുക്കുക. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് പിടിക്കണം. അപ്പോൾ കുറച്ചിത്തിരി ഷേപ്പ് ഒന്നുകൂടെ വരും. ഇത് അടിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് സെയിം ഇതിനടിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഡോട്ട് പിടിക്കാം. 2 സ്ലീവും തയ്ച്ചിട്ടുണ്ട് കേട്ടോ. 2 സ്ലീവും തയ്ച്ച് ഇനി നമുക്ക് താഴെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പേ ഒരു ചെറിയൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ ടോപ്പിൻ്റെ ഈ താഴെ
ചെറുതായിട്ട് ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനത് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തില്ല, ചെറുതായിട്ടൊന്ന് ഷേപ്പാക്കണം. ഷേപ്പാക്കിയിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. പ്ലീറ്റ് ഇട്ട് കൊടുക്കാനുള്ള തുണി 4 പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ജോയിൻ ചെയ്തിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് ജോയിൻ്റ് ആക്കാം. ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. താഴെ ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മടക്കിയാൽ മതിയേ. ചെറുതായി ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. രണ്ട് പീസിൻ്റെയും രണ്ട് പീസ് ഇതുപോലെ മടക്കി അടിച്ചിട്ട് കാണിച്ചു തരാം. ചെറുതായിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കാം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു എന്നുള്ള ചെറിയ കുഞ്ഞു പ്ലേറ്റുകൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ പ്ലേറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം മേൽ സ്റ്റിച്ച് ഇതിൽ സൈഡ് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്ക് പാർട്ടിൽ നാട സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നാട സ്റ്റിച്ച് ചെയ്യണേ. അതിനുശേഷം നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കാം. ജോയിൻറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ നൈറ്റി ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ പൂർത്തിയായിട്ടുണ്ട്. ഇതാ കണ്ടോ, സൂപ്പറായിട്ടുള്ള നൈറ്റി ഫ്രോക്കാണ്. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.